അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, വാഴ്ത്തിപ്പാടുന്ന ഓപ്പറേഷൻ സിന്ദൂർ. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ, വന്നത് ഭീകരനെങ്കിൽ പിന്നിൽ പാകിസ്ഥാൻ തന്നെ. എന്തിനാണ് പാവം പാകിസ്ഥാനോട് ഇത്ര വിരോധം ശ്രീ പത്മനാഭൻ? അല്ല, നമ്മുടെ രാജ്യത്ത് 2-3 തരം തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ സ്പോൺസേഡ് ടെററിസം. അത് 1980-കളിൽ ഖലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിലായിരുന്നു സംഭവിച്ചത്. പിന്നീട് 1990-കളുടെ ആദ്യത്തോടുകൂടി കാശ്മീർ തീവ്രവാദികളുടെ കാര്യത്തിൽ അത് സംഭവിച്ചു. ഇത് രണ്ടും പാക് സ്പോൺസേഡ് ടെററിസമാണ്, ക്രോസ് ബോർഡർ ടെററിസമാണ്. രണ്ടാമത്തെ തീവ്രവാദ പ്രവർത്തനം, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ആയുധമെടുത്തുകൊണ്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കെതിരെ, നമ്മുടെ ഒരു പരമാധികാരത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ്. അത് പിന്നീട് സംഭവിക്കുന്നത് ഒരു സ്ഥലം നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട ചില പ്രദേശങ്ങളിലാണ്. അതിന് ഒരു പക്ഷേ ഖാലിസ്ഥാൻ തീവ്രവാദത്തെക്കാൾ വലിയ, അതിനേക്കാൾ കാലപ്പഴക്കമുണ്ട്. മിസോ നാഷണൽ ഫ്രണ്ടുകാര്, അതുപോലെ നാഗാസ്, കുക്കീസ്, മണിപ്പൂരിലെ തീവ്രവാദികള്, ഇങ്ങനെ നോർത്ത് ഈസ്റ്റുമായി ബന്ധപ്പെട്ട് ഉൾഫ തീവ്രവാദികള്, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവരൊക്കെ ചൈനയുടെ രഹസ്യ സഹായത്തോടു കൂടി അവിടുന്ന് വരുന്ന ആയുധങ്ങൾ, കാരണം അവരുടെ കയ്യിൽ ആയുധങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, AK-47 അതുപോലെ സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസ് ഒക്കെയാണ്. അത് ബർമീസ് അതിർത്തിയിലൂടെ, ചൈന അതിർത്തിയിലൂടെ, ചൈനയുടെ ഒരു പാവ സർക്കാർ ബർമ്മ ഭരിക്കുന്ന സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതിലൂടെ വരുന്ന ഒരു സംവിധാനമാണ്. അത് ഒരു പരിധിവരെ ചൈനീസ് സഹായത്തോടെ പ്രവർത്തിച്ച തീവ്രവാദ സംഘങ്ങളാണ്. മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുമ്പോൾ നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിരുന്നു ബർമയിൽ. നാഗ തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ, അവർ ക്യാമ്പ് ഇല്ലായ്മ ചെയ്യാൻ നമ്മൾ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയത്. അത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് പുറത്തു വന്നത്. പിന്നെ മൂന്നാമതൊരു തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ സ്വഭാവമുള്ള പ്രവർത്തനം നടന്നത് ഈ ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ ഒറീസ, ജാർഖണ്ഡ്, മഹാരാഷ്ട്രയിലെ 1-2 ജില്ലകൾ, മധ്യപ്രദേശിലെ 1-2 ജില്ലകൾ കേന്ദ്രീകരിച്ച്, ബസ്തർ കേന്ദ്രീകരിച്ച് നടന്ന തീവ്രവാദ പ്രവർത്തനമാണ്. അത് ഈ മാവോയിസ്റ്റുകളുടെ തീവ്രവാദ ഒരു പ്രവർത്തനമാണ്. അതും ഒരു പരിധിവരെ അവർക്കും ചൈനയുടെ സഹായം ലഭിച്ചിട്ടുണ്ട്. കാരണം ചൈനീസ് CPIM മാവോയിസ്റ്റ് എന്നാണ് അവരുടെ ആ പാർട്ടിയുടെ പേര്. ഈ അടുത്ത ദിവസം അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, ഒരു ബാസവരാജു എന്ന് പറയുന്ന ആളെ ഇന്ത്യൻ സുരക്ഷാ സേന വധിച്ചു. ഇയാൾ ചെയ്തൊരു കാര്യം എന്താ അറിയോ? 2010-ൽ 72 CRPF ജവാന്മാരെ ഒരു ദിവസം ഒരൊറ്റ ഓപ്പറേഷനിൽ കൊന്നുകളഞ്ഞ ആളാണ്, നേതൃത്വം കൊടുത്ത ആളാണ്. ആ വിദ്വാൻ മരിച്ചപ്പോ CPIയും CPMും അനുശോചനവും അയാളെ കൊന്നതിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തി. ആലോചിച്ച് നോക്കണം. അപ്പോ ഇങ്ങനെ 3 തരം തീവ്രവാദ പ്രവർത്തനങ്ങളാണ് കാര്യമായി, അതായത് വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയ ആയുധങ്ങൾ എടുത്തുകൊണ്ട്, വിസ്ഫോടന സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് സ്ഫോടനങ്ങളും വെടിവെപ്പും ഒക്കെ നടത്തുന്നത് ഇന്ത്യയിലുള്ളത്. അതിൽ ആദ്യം പറഞ്ഞ 2 ഖലിസ്ഥാനികളും കാശ്മീർ തീവ്രവാദികളും പാക് സ്പോൺസേഡ് ആണ്, അതിലൊരു തർക്കമില്ല. അപ്പൊ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾക്കാണ് നാം പാകിസ്ഥാനെ കുറ്റം പറയുന്നത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പച്ചയായ പരമാർത്ഥമാണ്. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനം നടത്തുമ്പോഴാണ് നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറയുന്നത്. മാവോയിസ്റ്റുകൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ പാകിസ്ഥാനെ കുറ്റം പറയുന്നില്ല, ആര് ഭരിച്ചാലും ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് എന്താ ശരത് പവാർ പറഞ്ഞത്? പ്രതിപക്ഷ നിരയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെമ്പർ ശരത് പവാർ പറഞ്ഞത്, ഇപ്പോൾ പാർലമെന്റ് സമ്മേളനം വിളിച്ചിട്ട് ഈ വിഷയങ്ങൾ തലനാരിഴ കീറാൻ പാടില്ല. കാരണം ഈ വിഷയങ്ങളൊന്നും പാർലമെന്റിൽ ചർച്ച ചെയ്ത് നമുക്ക് അങ്ങനെ ആഘോഷിക്കേണ്ട വിഷയങ്ങളല്ല. ഇപ്പോൾ അതല്ലാതെ നമ്മളുടെ മറ്റു കാര്യങ്ങളാ ചിന്തിക്കണം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലെ പ്രതിപക്ഷ MP-മാർ ഉൾപ്പെടെയുള്ള അവരെ ഒരു 7 സംഘങ്ങളാക്കി വിദേശ രാജ്യങ്ങളിൽ ഭാരതത്തിന്റെ ഭാഗം വിശദീകരിക്കാൻ പറഞ്ഞയച്ചത്. അവരൊക്കെ ആ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ പാലസ്തീനും ഹമാസും, ഇത് രണ്ടും രണ്ടാണ്. PLO, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷന്റെ അധീനതയിലുള്ളത് ഈ പറയുന്ന വെസ്റ്റ് ബാങ്കും ഗോലാൻ കുന്നുകളും ഈ ജെറുസലേമിന്റെ ഈ കിഴക്ക് തെക്ക് മേഖലയും ഒക്കെയാണ്.
അവിടെ ഇപ്പോൾ വലിയ തോതിൽ സമാധാനമുണ്ട്. ഇസ്രായേലുമായി അവർ സഹവർത്തിത്വത്തിലാണ്. പക്ഷെ ഗാസ മുനമ്പ് അങ്ങനെയല്ല. ഗാസ മുനമ്പിൽ നിന്നും PLOയെ ഓടിച്ചു വിട്ടു. ആരോടിച്ചു വിട്ടു? ഹമാസ് എന്ന തീവ്രവാദ സംഘടന. ഈ ഹമാസ് പാക് അധിനിവേശ കാശ്മീരിൽ വന്നിട്ട് ഇന്ത്യയിൽ നിന്നും ജമ്മു കാശ്മീരിനെ മോചിപ്പിക്കുമെന്ന് പ്രസംഗിച്ചവരാണ് അതിന്റെ നേതാക്കന്മാര്. അത് ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്, ഫോട്ടോ സഹിതം. അപ്പൊ ഇങ്ങനെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വരെ സഹായം ചെയ്യുന്ന ഒരു ഭീകരവാദ സംഘടനയാണ് ഹമാസ്. അവരാണ് ഈ ഗാസ ഭരിക്കുന്നത്. അവരാണ് 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഒരു കാര്യവുമില്ലാതെ ഇസ്രയേലിൽ വന്ന് ആക്രമണം ഉണ്ടാക്കിയത്. ആക്രമിച്ചത് ഇസ്രയേലി പട്ടാളക്കാരെയാണെങ്കിൽ മനസ്സിലാക്കാം. അവിടെ വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്ന സംഗീത പരിപാടിക്ക് വേണ്ടി വന്ന ആളുകളെ വരെ, നേപ്പാളിൽ നിന്ന് പോയ സംഗീത എന്താ പറയാ സംഘത്തിലെ ആൾക്കാർ, ജർമ്മനിയിൽ നിന്നും പാട്ട് പാടാൻ വന്ന ഒരു പാവം പെൺകുട്ടി, ആ കുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്ത് പരിപൂർണ നഗ്നയാക്കി റോഡിലൂടെ കെട്ടിവലിച്ചവരാണ്. ഭയങ്കരമായ മനുഷ്യത്വ വിരുദ്ധമായ ക്രൂരമായ നടപടികളാണ് അത് ചെയ്തത്. ഇസ്രയേലിൽ നിന്നും അനാവശ്യമായി, അതായത് ഈ ഗാസയിലെ ആൾക്കാർ ഇസ്രയേലിൽ ജോലിക്ക് വരുന്നവരാണ്. ഇവിടെ പലർക്കും അത് അറിയില്ല. ഗാസയിലേക്ക് വൈദ്യുതി സപ്ലൈ ചെയ്യുന്നത് ഇസ്രയേലാണ്. ഗാസക്കാർ രാവിലെ ഇസ്രയേലിൽ വന്ന് ജോലി ചെയ്ത് വൈകുന്നേരം തിരിച്ചു പോകുന്നവരാണ്. അവർക്കൊരു തൊഴിൽ ഇടം കൂടിയാണ് ഇസ്രയേൽ. അപ്പൊ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ ഇറാന്റെ ഒരു എന്താ പറയാ സ്പോൺസേഡ് സംഘടന, ഇറാൻ സ്പോൺസർ ചെയ്യുന്ന 3H-ൽ ഒന്നാണ്. അവരാണ് ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇപ്പൊ പഴയ പോലെ പാലസ്തീനും ആയിട്ട് വെസ്റ്റ് ബാങ്കിലുള്ള അല്ലെങ്കിൽ ഗോലാൻ കുന്നുകളിലുള്ള ജെറുസലേമിന്റെ കിഴക്ക് തെക്ക് ഭാഗത്തുള്ള ഈ പാലസ്തീനികളുമായി ഇസ്രായേലിന് വലിയ സംഘർഷമൊന്നുമില്ല. ഈ കുഴപ്പം ഉണ്ടാക്കിയതൊക്കെ ഇവരാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം, ഇത് ലോകം അംഗീകരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഒരു ഇന്റർനാഷണൽ സാങ്ഷനും ഇസ്രായേലിനെതിരെ വരാത്തത്. ഇപ്പോ ഇറാഖ് പണ്ട് കുവൈറ്റിനെ ആക്രമിച്ചപ്പോൾ വലിയ അതായത് UN സുരക്ഷാ കൗൺസിൽ ഇറാഖിനെതിരെ നടപടിയെടുക്കാനുള്ള പ്രമേയം പാസാക്കി. ഇസ്രായേലിനെതിരെ ഒന്നുമില്ലല്ലോ. കാരണം ഈ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്തത്. ഇവരെ അങ്ങനെയാണ് ലോകം കാണുന്നത്. നമ്മൾ ഈ പാകിസ്ഥാനിൽ ഇപ്പൊ 3-ാമത്തെ പ്രാവശ്യം ആക്രമിച്ചിട്ട് നമുക്കെതിരെ ഐക്യരാഷ്ട്രസഭയിൽ ഒന്നും നടക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ്? കാരണം നമ്മളുടെ രാജ്യത്ത് ക്രോസ് ബോർഡർ ടെററിസം, പ്രത്യേകിച്ച് പണ്ട് പഞ്ചാബിലും ഇപ്പൊ കാശ്മീരിലും പ്രോത്സാഹിപ്പിക്കുന്നത് പാകിസ്ഥാനാണ്. അതുകൊണ്ടാണ് നമ്മൾ ആക്രമിക്കുന്നത്. അപ്പൊ അത് നമ്മളുടെ ഒരു സ്വയം രക്ഷാർത്ഥവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു തിരിച്ചടി എന്ന നിലയിലാണ് അതിനെ കാണുന്നത്. കാർഗിലിൽ നമ്മുടെ ഭൂമി കയ്യേറി നമ്മൾ പരമ്പരാഗതമായി ഉണ്ടായ കരാർ, അതായത് മഞ്ഞുകാലത്ത് ഇരുകൂട്ടരും മലമുകളിലെ പോസ്റ്റുകൾ ഉപേക്ഷിച്ച് താഴോട്ട് പോകും, തിരിച്ചു വരും. അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ പോസ്റ്റ് അവർ ഓക്കുപ്പൈ ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്തത് പാകിസ്ഥാനാണ്. ബട്ട് അത് എന്തുകൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്നത്? അവിടുത്തെ ടെറൈൻ അങ്ങനെയാണ്, ജിയോഗ്രഫി അങ്ങനെയാണ്. അതായത് അഗാധമായ ഗർത്തങ്ങളുള്ള താഴ്വരകളും നദികളും പാറക്കെട്ടുകളും മഞ്ഞുവീഴ്ച നിറഞ്ഞ സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നുഴഞ്ഞുകയറ്റം സാധ്യമാവുന്നത്. ഇപ്പൊ രാജസ്ഥാനിൽ നുഴഞ്ഞുകയറ്റം എളുപ്പമല്ല, പഞ്ചാബിൽ നുഴഞ്ഞുകയറ്റം എളുപ്പമല്ല, ഗുജറാത്തിൽ നുഴഞ്ഞുകയറ്റം എളുപ്പമല്ല. പക്ഷെ പാകിസ്ഥാനിൽ കാശ്മീരിൽ എളുപ്പമാണ്, പ്രത്യേകിച്ച് കാശ്മീർ താഴ്വരയിൽ. കാരണം മലപ്രദേശമാണ്, ഗർത്തങ്ങളാണ്, ഓരോ ഇഞ്ചും എന്താ പറയാ പരിശോധിക്കാൻ സാധ്യമല്ല. പാറക്കെട്ടുകളും മഞ്ഞുവീഴ്ചയും കാടുകളും ഒക്കെ ഉൾപ്പെട്ട പ്രദേശമാണ്. ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നടത്തുന്ന നുഴഞ്ഞുകയറ്റം അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പോരായ്മയല്ല. കാരണം നമ്മുടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പട്ടാളക്കാർ എല്ലാ പ്രതിസന്ധികളും എല്ലാ തരത്തിലുള്ള എന്താ പറയാ പ്രതികൂല കാലാവസ്ഥയും എല്ലാം അതിജീവിച്ച് അവിടെ കാവൽ നിൽക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് നുഴഞ്ഞു കയറുന്നത്? എല്ലാവർക്കും അറിയാം, നുഴഞ്ഞുകയറ്റം ഒന്നും തുടങ്ങിയതല്ല. നുഴഞ്ഞു കയറേണ്ട ആവശ്യമില്ലല്ലോ. മറ്റൊരു രാജ്യത്തേക്ക് തീവ്രവാദിയെ നുഴഞ്ഞു കയറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ ഒരു രാജ്യത്തേക്കും നമ്മൾ തീവ്രവാദികളെ നുഴഞ്ഞു കയറ്റിക്കുന്നില്ലല്ലോ. നമ്മൾ ഒരു രാജ്യത്തിലേക്കും തീവ്രവാദികളെ ഇതെന്താ ഇന്ത്യക്ക് എന്താ ചെയ്യാൻ അറിയാത്ത? ഇതൊക്കെ ചെയ്യാൻ ആർക്കും സാധിക്കും. എന്തുകൊണ്ട് ഇന്ത്യ ചെയ്യുന്നില്ല? കാരണം ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ നേഷൻ. ഇന്ത്യ ഈസ് എ റെസ്പോൺസിബിൾ, പാകിസ്ഥാൻ ഈസ് എൻ ഇറസ്പോൺസിബിൾ നേഷൻ. അതാണ് ഈ ഇസ്രായേലിനെ തെമ്മാടി രാജ്യമെന്ന് വിളിക്കുന്നവർക്ക് പാകിസ്ഥാൻ ഒരു നിരുത്തരവാദപരമായ, ലോകത്ത് ഒരു തരത്തിലുള്ള എന്താ പറയാ കീഴ്വഴക്കങ്ങളും പാരമ്പര്യങ്ങളും ചട്ടങ്ങളും കൺവെൻഷൻസുകളും ലോക നിയമങ്ങളും പാലിക്കാത്ത ഒരു ഇറസ്പോൺസിബിൾ നേഷനാന്ന് പറയാൻ ഇവർ തയ്യാറാവുന്നില്ല. അപ്പോ ഇവര് ഞാൻ പറയട്ടെ, ദേ ആർ ലിവിങ് ഇൻ ദ 1960s, 1960കളിൽ ജീവിക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിലെ. അതാണ് ഈ കുഴപ്പം മുഴുവൻ. മാറിയ കാലഘട്ടം, മാറിയ ലോകം മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഈ ജാതി പ്രസ്താവനകൾക്ക് ഇറക്കുന്നത്. അത് ഈ പണ്ട് CAA നിയമകാലത്ത് പറഞ്ഞതുപോലെ 4 വോട്ടിന് വേണ്ടിയാണ്.
അപ്പൊ ഇതൊക്കെ സ്വയം ദ്രോഹം ചെയ്യുന്ന, അവനവന് Right. ദ്രോഹം ചെയ്യുന്ന നിലപാടുകളാണ്. അത്